എങ്ങോട്ട് മാറി നിൽക്കാൻ? രാജ്യം വിടണോ? അങ്ങനെയല്ല. അവർ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, തുടർന്നും ജീവിക്കുന്നത് ഇവിടെ തന്നെയായിരിക്കും. അവർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ സത്യാവസ്ഥയുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അത് അന്വേഷിക്കാനും കണ്ടെത്താനും യുക്തമായ നടപടികൾ സ്വീകരിക്കാനും ഞാനും നിങ്ങളും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. അത് മുന്നോട്ട് പോകും. ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ? ഇത് ഉൾപ്പെടുന്നില്ലേ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഒന്നുകൂടെ അവിടെ പോയിട്ട് കേട്ട് നോക്കൂ. മാറി നിൽക്കാൻ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്? മാധ്യമരംഗത്ത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകളെല്ലാവരും അതേ മാധ്യമം അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ ജോലിയിൽ പ്രവർത്തിക്കുന്നില്ലേ? അങ്ങനെ മാറ്റി നിർത്തൽ എങ്ങനെയാണ്? ഈ രാജ്യത്തെ സമൂഹത്തിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളുണ്ട്, ശിക്ഷ അനുഭവിച്ചവരുണ്ട്. അവർ തിരിച്ചു വന്നാൽ അവരെ നാട് കടത്തുമോ? അങ്ങനെയല്ലല്ലോ പരിഷ്കൃത സമൂഹത്തിലെ ശിക്ഷാ സമ്പ്രദായം. അങ്ങനെ ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കണോ? വേറെ ആളെ നോക്കണം. കുറ്റാരോപിതരെ മാറ്റി നിർത്തുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ? ഉണ്ടോ? ധാർമ്മികതയാണോ രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും തീരുമാനിക്കപ്പെടുന്നത്? നിങ്ങൾ ഏത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തിക്കുക? നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നോ അതിന്റെ ധാർമ്മികത. അതിനേക്കാൾ വലിയ സാമൂഹ്യ ധാർമ്മികതയൊന്നും ഒരാൾക്കുമില്ല, ആർക്കും അവകാശപ്പെടാനുമില്ല. ഉണ്ടോ? ഞാൻ 5 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. മിണ്ടിപ്പോയി നിർത്തി. അമ്മയുടെ സംഘടനയുടെ ഭാരവാഹികളോട് നിങ്ങൾ പോയി ചോദിക്കൂ. ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാത്തിനെ കുറിച്ചും ഞാൻ അഭിപ്രായം പറയണോ? ഞാൻ വർത്തമാനം പറയുന്നതുകൊണ്ട് എന്നോട് എന്തും ചോദിക്കാവുന്നതാണോ? പള്ളി പറഞ്ഞാൽ മതി.